പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം. അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി കർത്താവിന് നന്ദി പറയാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. സ്വന്തമായൊന്നുമില്ല, സർവവും നിന്ദാനം, സ്വസ്ഥമായുറങ്ങിടാൻ സമ്പത്തിൽ മയങ്ങാതെ, മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മനഷ്ടമായ ഫലമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. ധന്യമായ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ലൊരു പ്രഭാതം കൂടെ സർവശക്തനായ ദൈവം ദാനമായി നൽകിയല്ലോ. അതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ഈ പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. അല്പനിമിഷം ധ്യാനിപ്പാൻ 1 തെസ്സലോനിക്കർ എഴുതിയ ലേഖനം 5-ാം അധ്യായം 24-ാമത്തെ വാക്യം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 24-ാമത്തെ വാക്യം. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവനത് നിവർത്തിക്കും. ചില നിവൃത്തിയെക്കുറിച്ച് ഇവിടെ വളരെ വ്യക്തമായി പൗലോസ്ലീഹ ഉറപ്പിച്ചു പറയുകയാണ്. 5-ാം അധ്യായവും 4-ാം അധ്യായമൊക്കെ പഠിക്കുമ്പോൾ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചാണ് ഈ തെസ്സലോനിക്കർ ലേഖനം കാണാൻ കഴിയുന്നത്. 4-ാം അധ്യായം 16-ാം വാക്യം പറയുന്നത്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരുടെ ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട അധ്യായമാണ് 4-ാമത്തെ അധ്യായം. അപ്പോൾ തന്നെ 5-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ. വിശ്വസ്തനായ ഒരു ദൈവം. നമുക്കറിയാം, സാറ ദൂതൻ സാറയുടെ ഭവനത്തിലേക്ക് മമ്മറുടെ തോപ്പിലേക്ക് ഇറങ്ങുമ്പോൾ അബ്രഹാം ഓടിച്ചെന്ന് ദൂതന്മാരുടെ കാൽ കഴുകി വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുത്തി. വേഗത്തിൽ ഓടിച്ചെന്ന് ഊനമില്ലാത്ത കാളക്കുട്ടിയെ പിടിച്ച് അറുത്ത് പാകം ചെയ്ത് അപ്പവുമുണ്ടാക്കി ദൂതന്മാർക്ക് ആഹാരം കൊടുത്തു. ദീർഘദൂരം ആമേൻ യാത്ര ചെയ്ത് വന്നവരല്ലേ, അവർക്ക് ആഹാരം കൊടുത്തു. ആമേൻ. അവരുടെ അടുത്ത് കാൽക്കൽ അബ്രഹാം ഇരുന്നു. സാറ വീട്ടിനകത്ത് വാതിക്കൽ മറഞ്ഞു നിൽക്കുകയായിരുന്നു. എന്നാൽ ദൂതന്മാർ കയറിയ സമയം മുതൽ ഒരു വലിയ ദൈവസാന്നിധ്യം അതിനകത്ത് വെളിപ്പെട്ടു എന്ന്
നമുക്ക് പുസ്തകം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു. അതിനുശേഷം ദൂതന്മാർ അവിടെ നിന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങുമ്പോൾ അബ്രഹാമിൻ്റെ ഭാര്യയായ സാറയെ നോക്കി ഒരു കാര്യം പറഞ്ഞു: അടുത്ത വർഷം ഇതേ സമയത്ത് നിന്റെ ഒക്കത്ത് ഒരു തലമുറയിരിക്കും. സാറ ചിരിച്ചു. അതിൻ്റെ അർത്ഥം, ഞാൻ ഇത് കുറേ കേട്ടതാ, അവിശ്വസ്തത പറയരുത്, കള്ളം പറയരുത് എന്നൊക്കെയാണ് ആ ഭാഗം നമുക്ക് ചിന്തിക്കുമ്പോൾ കാണുന്നത്. എന്നാൽ അതെല്ലാം കഴിഞ്ഞ് ദൂതന്മാർ പോകുമ്പോൾ പിറ്റേ വർഷം അതേ സമയത്ത് ദൂതന്മാർ എന്താണോ പറഞ്ഞിട്ട് പോയത് അതേപോലെ സംഭവിക്കുക. ഒരു തലമുറ സാറയുടെ ഉദരത്തിൽ ഉരുവായി. അവിശ്വസ്തൻ എന്ന് പറഞ്ഞ സാറ അതേ വാഗുകൊണ്ട് സാറ പറഞ്ഞത്, എബ്രായലേഖനം 11-ാം അധ്യായം, വിശ്വസ്തൻ എന്ന് സാറ പറഞ്ഞു. അപ്പോ അവിശ്വസ്തൻ എന്ന് ഒരു സമയത്ത് സാറ പറയുമ്പോൾ അതേ സാറയുടെ വാഗുകൊണ്ട് തന്നെ പറഞ്ഞു, ഈ ദൈവം വിശ്വസ്തൻ. അപ്പൊ ശ്രദ്ധിക്കൂ, ഇതേ വിശ്വസ്തതയാണ് ഈ പുസ്തകം ഉടമാനം നിറഞ്ഞു നിൽക്കുന്നത്. സ്തോത്രം. 24-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഇങ്ങനെയാണ്: അവൻ ആരാ? വിശ്വസ്തൻ. ദൈവകുഞ്ഞെ, നിന്റെ ജീവിതത്തിനകത്ത് ദൈവം എന്തെങ്കിലും ചെയ്തെങ്കിൽ അത് വിശ്വസ്തയോടെ ആണ് ദൈവം ചെയ്തിരിക്കുന്നത്. സ്തോത്രം. എന്നാൽ 1 കൊരിന്ത്യർ ലേഖനം 1-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ പറയും, തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിക്കുന്ന ദൈവം വിശ്വസ്തൻ. നമ്മളെ വിളിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ കൂട്ടായ്മയിൽ കരം കോർക്കാൻ വേണ്ടിയാ. നോക്കിക്കേ, തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക്. അപ്പൊ എവിടേക്കാ? യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ചവൻ ആരാ? വിശ്വസ്തൻ. ഇന്നലകളിൽ അവിശ്വസ്തൻ എന്ന് പറഞ്ഞെങ്കിൽ അതേ വാഗുകൊണ്ട് പറയുക, അവൻ വിശ്വസ്തൻ. ആമേൻ. അവൻ വിശ്വസ്തൻ. അവന് പകരം വയ്ക്കാൻ ഈ ഭൂമിയിൽ ആരുമില്ല. പകരക്കാരൻ ആരുമില്ല, പകരം വയ്ക്കാൻ ആരുമില്ല. നമ്മുടെ കർത്താവ് ആരാ? വിശ്വസ്തൻ. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിന് 4 പറയുന്നത്, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. ആമേൻ. ആരിൽ? നിങ്ങളിൽ നല്ല പ്രവർത്തികളെ ആരംഭിച്ചവൻ. ആമേൻ, ആമേൻ. നമ്മൾ എന്ത് ആരംഭിച്ചു? നല്ല പ്രവർത്തികളെ ആരംഭിച്ചവൻ. അവൻ ആരാ? അവൻ വിശ്വസ്തൻ. അത് നിവർത്തിക്കും. ഹല്ലേലൂയ. അവൻ നിവർത്തിക്കും. അവനിൽ അസാധ്യമായതൊന്നുമില്ല. നമ്മുടെ കർത്താവ് വിശ്വസ്തനായ ദൈവം. ദൈവപൈതലേ, ഈ പ്രഭാതത്തിൽ പറ, പലപ്പോഴും ഞാൻ വിശ്വസ്തത കാണിച്ചിട്ടുണ്ട് കർത്താവേ, ഞാൻ അവിശ്വസ്തത കാണിച്ചിട്ടുണ്ട്. കർത്താവേ, നീ വിശ്വസ്തനാ. വാക്കു പറഞ്ഞാൽ മാറാത്ത ദൈവം. ഇന്ന് പകലിൽ വാക്കു പറഞ്ഞാൽ മാറാത്ത ദൈവം. അപ്പൻ മാറിപ്പോകും, അമ്മ മാറിപ്പോകും, തലമുറകൾ മാറിപ്പോകും, മനുഷ്യജീവിതങ്ങൾ മാറിപ്പോകും. പക്ഷെ ഒരു കാര്യം മറന്നു പോകരുത്, ദൈവം ഒരിക്കലും മാറിപ്പോകുന്ന ദൈവമല്ല. നീ ദൈവത്തെ മാറ്റി നിർത്തിയാലും ചില കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം മുട്ടും മടക്കരുത്. സുഖത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും വേദനയിലും കഷ്ടതയിലും ഞെരുക്കത്തിലും അവിടെ എല്ലാം ദൈവത്തെ മുറുകെ പിടിക്കണം. അതാണ് പാട്ടുകാരൻ പാടുന്നത്, ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നെന്നാലും കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചെന്നാലും
ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നെന്നാലും, കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചെന്നാലും, ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും, എല്ലാം പ്രതികൂലമായെന്നാലും, ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും, എല്ലാം പ്രതികൂലമായെന്നാലും, യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. ഹല്ലേലൂയ. പലരും പാടുന്നറിയാമോ? ഈ ലോകർ നിന്നെന്ത് ചെയ്യും? ആക്ഷേപം പറയും, ആക്ഷേപം ചൊല്ലും. നീ പ്രാർത്ഥിച്ചു, ആരാധിക്കുന്നു, പള്ളിയിൽ പോകുന്നു, സ്തോത്ര കാഴ്ചയിടുന്നു, കൈയടിക്കുന്നു, അന്യഭാഷ പറയുന്നു, എന്തൊക്കെയോ വിളിച്ചു പറയുന്നു, നിന്റെ ദൈവം എവിടെ എന്ന് ചോദിക്കുന്ന ജനത്തിന്റെ മുമ്പിൽ പറ, ഹല്ലേലൂയ, സ്തോത്രം പറയൂ, ആ ദൈവം വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ, ഹല്ലേലൂയ, നല്ല പ്രവൃത്തിയെ ആരംഭിച്ച കർത്താവ് ഇന്ന് നമ്മുടെ നടുവിലുണ്ട്. അതാ ഇവിടെ വാക്യം വായിച്ചത്, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ ആകുന്നു, അവൻ അത് നിവർത്തിക്കും. ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തെങ്കിലും വിഷയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ ആമേൻ, 25 വാക്യം പറയുന്നു, സഹോദരന്മാരെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. സ്തോത്രം. സഹോദരന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം അതെ പ്രാർത്ഥനയിൽ സകല സഹോദരന്മാരെയും വിശുദ്ധ ചുംബനത്താൽ വന്ദനം ചെയ്യുവീൻ. ഹല്ലേലൂയ. ഇന്ന് പകൽ കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് ഈ പുസ്തകം അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, അവൻ നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവനാണ്. നിങ്ങൾ നല്ലൊരു പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. സമയം കണ്ടെത്തി പ്രാർത്ഥനയിലും ആരാധനയിലും ആ പ്രവൃത്തിയിൽ നിൽക്കാൻ കർത്താവിൽ തയ്യാറായിക്കോ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ദൈവം അനുഗ്രഹിക്കണം, കൃപയിൽ പൊതിയണമേ, അത്ഭുതം ചെയ്യണമേ കർത്താവേ. രോഗികളെ സൗഖ്യമാക്കണം, പിന്മാറ്റക്കാരെ യഥാസ്ഥാനപ്പെടുത്തണം, മദ്യപാനികളെ മാനസാന്തരപ്പെടുത്തണം. കർത്താവ് ഒരു വലിയ പ്രവൃത്തി ഇന്ന് പകൽക്കാലം അയക്കണമേ. കർത്താവ് നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് ഇന്ന് പകൽക്കാലം നിവർത്തിക്കുന്ന ദിവസങ്ങളായി തീരട്ടെ. ചില നിവർത്തിക്കട്ടെ കർത്താവേ, ചില അത്ഭുതം ചെയ്യണം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.